സ്കാൻ റിപ്പോർട്ടാണത്. ഈ ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് ഇതിൽ. 8:30 മുതൽ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ സമയം 2:30 ഇനി ഫ്ലൈറ്റ് എടുക്കാൻ 5:45 നിങ്ങൾ പറയുന്നത്. ഇനിയും 3-4 മണിക്കൂർ ഇങ്ങനെ നിൽക്കണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്തയാണ് യാത്രക്കാർ എയർപോർട്ടിൽ പോയിട്ട് സ്റ്റക്കായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി നിൽക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് 2 ഫ്ലൈറ്റുകളിലാണ്. ഒന്ന് ഇൻഡിഗോ, പിന്നെ എയർ ഇന്ത്യ. രണ്ടും നമ്മളെ രാജ്യത്തിൻ്റെ സർവീസാണ്. ഈ 2 കമ്പനികളും ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നേരിടുന്നതിനൊരു കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതായത് ഇന്ത്യയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന നിയമമാണ് ഈ ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്നവരെ ഡ്യൂട്ടി ടൈം കുറക്കണം എന്ന് പറഞ്ഞിട്ട്. ആ നിയമം പാലിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ഫ്ലൈറ്റുകൾ ഡിലേ ആക്കുന്നതും ഫ്ലൈറ്റ് എടുക്കാൻ വഴുകുന്നതും ഒക്കെ. പക്ഷേ നിങ്ങൾ ശരിക്കും അങ്ങനെ ജോലിഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 20 സ്റ്റാഫേ ഉള്ളെങ്കിൽ നിങ്ങളൊരു 40 സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫിനും വിശ്രമം കിട്ടും, യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവില്ല. അത് നിങ്ങൾ ചെയ്യൂല. കാരണം നിങ്ങൾക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. ആ നഷ്ടം നിങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട്, ഈ പ്രവാസികളോടും ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് അർജൻറ്റ് ആവശ്യത്തിന് പോകുമ്പോൾ ഒരിക്കലും എയർ ഇന്ത്യ, ഇൻഡിഗോ 2 സർവീസും എടുക്കരുത്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള സർവീസുകൾ ഒന്നില്ലെങ്കിൽ 1000-5000 കൂടുതലായിരിക്കും. അത് കൂടുതൽ കൊടുത്താലും നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് എത്താനും പറ്റും. നിങ്ങൾക്ക് യാത്രയിലൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. നമ്മൾ നിരന്തരം ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ആൾക്കാർ പിന്നെയും പോയിട്ട് ഇവരെ ടിക്കറ്റ് തന്നെ എടുക്കും. ഈ യാത്രക്കാർക്ക് ഒരു പരിഗണനയും തരാത്ത ആൾക്കാരെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവരെന്താകും, കുറച്ച് ഇറങ്ങി വരും. കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യസമയം പാലിച്ച് അവർ മുമ്പോട്ടേക്ക് പോകും. അല്ലാതെ നമ്മളിങ്ങനെ വാർത്തകളിങ്ങനെ വരുന്നുമുണ്ട്, എന്നാൽ പിന്നെയും നമ്മൾ അവരെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഒരിക്കലും അർജൻറ്റ് ആവശ്യത്തിന് പോകുമ്പോൾ ഈ 2 ഫ്ലൈറ്റും എടുക്കാതെ നിൽക്കുക. അതേ ഇതിനൊരു വഴിയുള്ളൂ. അല്ലാതെ വേറൊന്നും ചെയ്യാമല്ല. കാരണം നമ്മളിപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ബാധിക്കുക സൗദിയിലൊക്കെ ഉള്ളവർക്കൊരു വിഷയമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലീവ് കഴിയാനായി കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ അതിന് മുമ്പ് ഇവിടെ എത്തണം. അതല്ലേ നിങ്ങൾ എത്തിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആദ്യം മുതൽ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കയറി വരേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ട് പോകുന്ന ആൾക്കാർ, ഇവരൊന്നും ഒരിക്കലും ഈ 2 സർവീസും എടുക്കാതെ നിൽക്കുന്നതാണ് നല്ലത്.